ഇതില് ഞാൻ ആക്ഷൻ സീൻ വളരെ ഇഷ്ടപ്പെടും. അതെന്താ വെച്ചാൽ എനിക്കറിയില്ല, എനിക്കിപ്പോ ഭയങ്കര നല്ല ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ഇപ്പൊ മൊത്തത്തിലുള്ള സ്റ്റോറി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് കമ്മിറ്റ് ചെയ്യില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് വോയിസ് മ്യൂട്ട് ചെയ്തിട്ടായാലും എനിക്ക് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബിക്കോസ് വി ക്യാൻ ലേൺ മെനി തിങ്സ് ഇൻ സിനിമ. ഐ ആം എ ഫിലിം മേക്കർ. അപ്പോൾ ഐ ഡോണ്ട് ടെൽ ലൈക്ക് ഇറ്റ് ഈസ് വെരി ഫിസിക്കലി സ്ട്രെയിനിങ്. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ആക്ഷൻ. ഇത് ഇത്ര ഒരു സൊഫിസ്റ്റിക്കേറ്റഡ്, പിന്നെ അവനൊരു ജനറസ് കൈൻഡ് ഹാർട്ടഡ് ഒരു ഡോക്ടർ. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. പക്ഷെ അവൻ്റെ ഉള്ളിലൊരു വേറെ ഒരു സ്റ്റോറി ഉണ്ട്, അവൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ട്, അവൻ്റെ ഉള്ളിലൊരു സ്ട്രഗിൾ ഉണ്ട്. അതെല്ലാം നമുക്കത് ലൈക്ക് സ്റ്റോറിയിൽ ലൈക്ക് പോകുമ്പോൾ ചെറുതായിട്ട് വരും. So I think that's the beauty of this character, and no character in this film will stay in a black and white tone. Ellarum grey thanne. So I think it's a well written script. I hope we have done the justice. Idoru negative character, positive character angane onnumalla. So idoru character aanu, oru sadharanakaran, പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാordinary ഒരു intention വരും. അത് നല്ലതാ തെറ്റാ അത് നമുക്ക് പടം കണ്ടാൽ മനസ്സിലാവും. വി മേ നോട്ട് ബി ഏബിൾ ടു ജസ്റ്റിഫൈ, ഓർ വി മേ ബി ഏബിൾ ടു ജസ്റ്റിഫൈ, ബട്ട് സ്റ്റിൽ ഹി ബിക്കംസ് സംതിങ് എൽസ്. സോ അതാണ് അവന്റെ ജേർണി. അത് അവനക്ക് മാത്രമല്ല, ഈ പടത്തില് ഇപ്പോ ഈ ക്യാരക്ടറായാലും അങ്ങനെ തന്നെ. എനിക്ക് കിട്ടുന്ന സിനിമകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ സിനിമകളും ക്യാരക്ടേഴ്സും ആണ് വരുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൽ ക്യാരക്ടേഴ്സേ പൊതുവെ ഭയങ്കര കുറവാണ്. അപ്പം സ്ക്രീൻ സ്പേസ് നോക്കിയാൽ ഒരുപാടുണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും ഉപരി ആ ക്യാരക്ടേഴ്സിന് ഭയങ്കര ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഈ രണ്ട് ക്യാരക്ടേഴ്സ്, ഇപ്പം എൻ്റെ ക്യാരക്ടറിനാണെങ്കിലും ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഈ പറഞ്ഞ മാതിരി നമ്മളുടെ ശരി തെറ്റുകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ ന്യായം നമ്മൾ കണ്ടുപിടിക്കുന്ന ആണ്. അപ്പം ആ ഒരു ഷെയ്ഡും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭയങ്കര രസമായിട്ടാണ് ഈ ക്യാരക്ടർ ത്രൂ ഔട്ട് പോകുന്നത്. പിന്നെ പറഞ്ഞ മാതിരി ഫിസിക്കലി ആണെങ്കിലും ഫൈറ്റ് സീക്വൻസ് എല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു രുദ്രം എന്ന് പറയുന്നത്. അപ്പം ഭയങ്കര എൻജോയ് ചെയ്തു. ഭയങ്കര പുതിയ ട്രീറ്റ്മെന്റ് ആണ് സിനിമയുടെ. ഭയങ്കര ഡിഫറൻസ് തോന്നി ചെയ്ത എല്ലാ പടങ്ങളെക്കാട്ടിലും. ഈ ഒരു ആക്ഷൻ സീക്വൻസുകൾ എനിക്കൊന്ന് ട്രെയിലറിൽ കണ്ടത് വെച്ച് തന്നെ, പ്രത്യേകിച്ച് ഒരു അസ്ത്രവിദ്യ നടത്തുന്നു, അതിനിടയിൽ വേറെ കുറച്ച് ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്യുന്നു. അപ്പം ഇതിൽ ആക്ഷൻ സീക്വൻസുകൾ കൂടുതൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ലോണം ഉണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര എന്താ പറയാ, നമ്മൾ മറ്റേ അൺറിയലിസ്റ്റിക് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഭയങ്കര ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള നല്ല കൊറിയോഗ്രാഫിയാണ് മൊത്തം ഈ ഫൈറ്റ് സീക്വൻസിൽ പോകുന്നത്. പിന്നെ അതിൻ്റെതായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അതിന് മുന്നേ കിട്ടിയിട്ടുണ്ട്. ഇതില് ലൊക്കേഷനും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, ആ സ്റ്റോറിയുടെ ഇന്റഗ്രൽ പാർട്ടാണ്. സോ എവിടെ ഈ ക്യാരക്ടർ ജീവിക്കുന്നത്, എവിടെ ഇവർ ആക്ച്വലി where they are living is a very important part of this film. Without that place, I think the film wouldn't happen. നേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ അകത്ത്. ഇപ്പം ഒരു പിക്കു എന്ന് പറഞ്ഞിട്ടൊരു ബീഗിളുടെ ഡോഗിൻ്റെ ഒരു ട്രാവൽ ഉണ്ട്. പിന്നെ വേറെയും 1-2 ഈ അനിമൽസ്, ഐ മീൻ ഒരു ബീ, അതുപോലെ തന്നെ ഒരു റാറ്റ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, ഒത്തിരി റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതെല്ലാം ദേ ആർ ഓൾ ഇന്റർ കണക്റ്റഡ്. ഈ സബ്ജക്റ്റുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ് ഇതെല്ലാം. ചൂസി ആയിട്ടുള്ളത് ഏറ്റവും മെയിൻ ആയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ഓക്കെ ആയിരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. വേറെ ഒന്നും അതിനുള്ളൊരു ക്രൈറ്റീരിയ ഒന്നുമല്ല. നമ്മൾക്കൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ നമ്മൾ ആ ക്യാരക്ടർ ചെയ്താൽ നല്ലതായിരിക്കും. ചിലപ്പോൾ അത് ചാലഞ്ചിങ് ആയിരിക്കും, അങ്ങനെയും ആവാം. നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ട്രൈ ചെയ്യാം ചിലപ്പം. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു മൊത്തം കഥയും എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക സന്തോഷം ഒരു സിനിമയുടെ ഭാഗമാവും. എനിക്കിപ്പം ഭയങ്കര നല്ല ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ഇപ്പോൾ മൊത്തത്തിലുള്ള സ്റ്റോറി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് കമ്മിറ്റ് ചെയ്യില്ല. അത് എനിക്ക് സിനിമ ആസ് സച്ച് വർക്ക് ആവും. ഇപ്പൊ കിഷ്കിന്ദാണ്ട് ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ അവർ നെറേറ്റ് ചെയ്ത രീതിയാണെങ്കിലും ആ ക്യാരക്ടർ ഒന്നും അല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാണ്. സ്റ്റോറി വാസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ സ്റ്റോറിയുടെ ഭാഗമാവണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. എനിക്കിഷ്ടം ഡബിങ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ ചില ഫിലിമിൽ ഇപ്പോൾ സംവിധാനത്തിൻ്റെ അവരുടെ ഒരു ഡിസിഷൻ ഉണ്ടാവും. അതിൻ്റെ സ്ലാങ് വേറെ, അതിൻ്റെ ഇൻറ്റോനേഷൻസ് വേറെ. അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല, എനിക്ക് അത്ര മലയാളം ഒന്നും അറിയത്തില്ല. സോ ഇൻ ദിസ് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ഈവൻ സിങ്ക്. അത് ഇതാണ് സിങ് സൗണ്ട്. സോ അപ്പോൾ ഡയലോഗ് എന്താ നമുക്ക് സെറ്റിൽ എന്താ എടുക്കുന്നത് അതേ ട്രെയിലറിലുണ്ട്. സോ വി പ്രിപ്പയർഡ് എ ലോട്ട് ലൈക്ക് ടു സൗണ്ട് ലൈക്ക് ഔട്ട്സൈഡർ who is settled in Kerala who can speak Malayalam. So അങ്ങനത്തെ ക്യാരക്ടർ. അപ്പോൾ ആ സ്ലാങ് വളരെ
സാറിപ്പോൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് സിനിമയിൽ. അപ്പം അത് ക്യാരക്ടറിന് വളരെ ആവശ്യമായിരുന്നു, കറക്റ്റ് ആയിരുന്നു. ക്യാരക്ടർക്ക് അത്ര ആവശ്യമായിരുന്നു. ഐ തിങ്ക് എനിത്തിങ് ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഫിലിം വി നീഡ് ടു ഡു ആസ് അവർ ജോബ്. ഇതില് ഞാൻ ആക്ഷൻ സീൻ വളരെ ഇഷ്ടപ്പെടും. അതെന്താ വെച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഇപ്പോൾ ടർബോയിൽ ചെയ്തു, ടോബിൽ ചെയ്തു, പിന്നെ ഇവിടത്തെ ചെയ്തു. അപ്പോൾ അത് ഒരു പുതിയത്. ഐ തിങ്ക് ബിക്കോസ് വി ക്യാൻ ലേൺ മെനി തിങ്സ് ഇൻ സിനിമ, ഐ ആം എ ഫിലിം മേക്കർ. അപ്പോൾ ഐ ഡോണ്ട് ടെൽ ഇറ്റ് ഇസ് വെരി ഫിസിക്കലി സ്ട്രെയിനിങ്, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ആക്ഷൻ. ഐ കനോട്ട് ഡിസൈഡ് ദാറ്റ്. അത് ആ സ്ക്രിപ്റ്റിലെ ആക്ഷൻ ഉണ്ട്, ആക്ഷൻ ഇൻറ്റഗ്രൽ പാർട്ടാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു കണ്ടന്റ്. നമുക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഒരു പ്രത്യേകത, നിങ്ങൾക്ക് വോയിസ് മ്യൂട്ട് ചെയ്തിട്ടായാലും എനിക്ക് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പടം എന്താണ് പറയുന്നത് എന്നുള്ളത് ഒരു പരിധി വരെ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്ന ഒരു സാധനം ഈ പടത്തിന് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗൂഗിളൊക്കെ വന്നപ്പം അതിൻ്റെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും വലുതായി അത് മറ്റു ഭാഷയിലും കൂടെ വരുന്നുണ്ടായിരിക്കും.